ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഇനി ഉത്തരവാദിത്തം SPIക്കാണ്. അതായത് ഇവിടുത്തെ സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ അന്തസ് കാത്തു സൂക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം ഇനി സർക്കാരിനില്ലത്രേ. സ്മൃതി, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കേരളത്തിൻ്റെ ഒരു മീറ്റു മൂവ്മെൻ്റാണ്. മീറ്റു മൂവ്മെൻറ്റ് നമുക്കറിയാം. 2017 ഹാർവി വെയിൻസ്റ്റണിനെതിരായിട്ട് ഹോളിവുഡിൽ ഉയർന്നു വന്ന ആരോപണത്തെ തുടർന്നാണ്. ആ ആരോപണത്തെ തുടർന്ന് ഒട്ടേറെ ആരോപണങ്ങൾ പുറത്തേക്ക് വന്നു. അത് പ്രകാരം പല ആൾക്കാർക്ക് ജോലി നഷ്ടപ്പെടുന്ന സാഹചര്യം വരും, ക്രിമിനൽ കേസ് നേടുന്ന സാഹചര്യം വന്നു. അത് ഹോളിവുഡ് മാത്രമല്ല, വിദ്യാഭ്യാസ രംഗത്തേക്ക്, കോർപ്പറേറ്റ് രംഗത്തേക്ക്, ജുഡീഷ്യറിയിലേക്ക് മുതൽ മുഴുവൻ മാധ്യമ രംഗത്തേക്ക് എല്ലാം ആ ആരോപണങ്ങൾ ചെന്നു. ഈ ലോകം മുഴുവൻ അതിനോട് സ്ത്രീക്കൊപ്പം നിന്നുകൊണ്ട് അതിനെതിരെ പ്രതികരിച്ചു. ഇന്ത്യയിൽ പോലും നമുക്കറിയാം, ഒരു മാധ്യമപ്രവർത്തകൻ, അദ്ദേഹത്തിൻ്റെ പേര് MJ അക്ബർ ഉണ്ടായിരുന്നു, അതുകൂടാണ്ട് തരുൺ തേജ്പാൽ ഉൾപ്പെടെ ഇതിനകത്ത് പ്രതികളായിട്ട് വരുന്ന സാഹചര്യം ഉണ്ടായി. കേരളത്തിൽ അത്തരത്തിലൊരു മീറ്റു മൂവ്മെൻറ്റ് ഉണ്ടായിരിക്കുകയാണ്. ഇത് സിനിമാ രംഗത്ത് മാത്രമല്ല, പീഡനങ്ങളും സ്ത്രീവിരുദ്ധതയും ഈ സമൂഹത്തിൽ എല്ലായിടത്തുമുണ്ട്. പക്ഷേ ഇവിടെ മീറ്റു മൂവ്മെൻറ്റിനേക്കാൾ വ്യത്യസ്തമായൊരു സാഹചര്യമുണ്ട്. അതെന്താ? സർക്കാർ നിയോഗിച്ചൊരു കമ്മിറ്റി, ആ സർക്കാർ നിയോഗിച്ചൊരു കമ്മിറ്റിയിൽ ആ രംഗത്തുള്ള സ്ത്രീകൾ കടന്നു വന്ന് അവർക്ക് നേരിട്ടിട്ടുള്ള ലൈംഗിക ആരോപണങ്ങളെ സംബന്ധിച്ചും ഉൾപ്പെടെ മറ്റ് പല വിഷയങ്ങളുണ്ട്. നമ്മൾ ഇതിനകത്ത് മാത്രം ഒതുങ്ങി പോകുന്നത് ദൗർഭാഗ്യകരമാണ്. പക്ഷേ എന്ത് ചെയ്യാൻ കഴിയും? അതിലേക്ക് ആരോപണങ്ങൾ ഉണ്ടാവുന്നു, തെളിവുകൾ വരുന്നു. ഈ തെളിവുകളെല്ലാം വന്നതിനു ശേഷം സർക്കാരിന് ഈ രാജ്യത്തെ അല്ലെങ്കിൽ ഈ കേരളത്തിലെ സമൂഹത്തിലുള്ള സ്ത്രീ പക്ഷത്ത് നിന്നുകൊണ്ട് ഇത് ഈ രംഗത്ത് മാത്രമല്ല, ഒരു ശുദ്ധീകരണം കേരളത്തിലെ മുഴുവൻ സമൂഹത്തിൽ ഉണ്ടാവട്ടെ എന്നുള്ള ഒരു നൈതികമായൊരു നിലപാടെടുക്കാമായിരുന്നു. ദൗർഭാഗ്യവശാൽ ഇന്ന് കേരളത്തിലെ LDF സർക്കാർ, ഇടതുപക്ഷമെന്ന് ഞാൻ വിളിക്കില്ല, LDF സർക്കാർ ആ സ്ത്രീവിരുദ്ധതയുടെ പക്ഷത്ത് നിന്നുകൊണ്ട് ഈ കേരളത്തിലെ മുഴുവൻ സ്ത്രീകൾക്ക് നീതി നിഷേധം നടത്തുകയാണ്. അതെങ്ങനെയാണെന്നുള്ളത് നിയമപരമായ കാര്യം ആസിഫ് അലി സാറിനോട് സൂചിപ്പിച്ചു. ഇത്രയും പേരിലോട്ട് ഞാൻ അതിനകത്തേക്ക് വീണ്ടും കടക്കുന്നില്ല. പക്ഷെ നോക്കൂ, ഇന്ന് ഈ ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പേരിൽ നടപടി എടുക്കാതെ ഇരിക്കാൻ വേണ്ടി സർക്കാർ പറയുന്ന മുഴുവൻ വാദങ്ങളും നാളെ ഒരു പ്രസിഡന്റ് ആയി കഴിഞ്ഞാൽ കേരളത്തിൽ ഒരൊറ്റ കേസ് രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല സ്ത്രീവിരുദ്ധതയ്ക്കെതിരെ അല്ലെങ്കിൽ ലൈംഗിക അതിക്രമത്തിനെതിരെ. കാരണം എന്താ? ഹേമ കമ്മിറ്റിയിലെ റിപ്പോർട്ടിൽ പറഞ്ഞു, സുപ്രീം കോടതിയുടെ ഗൈഡ് ലൈൻസ് അനുസരിച്ച് അതിനകത്തുള്ള സർവൈവറുടെ ഐഡന്റിറ്റി ഡിസ്ക്ലോസ് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ ആ മാർഗനിർദ്ദേശങ്ങൾ പരിഹരിക്കണം. സ്മൃതി, ഞാനൊന്ന് ചോദിക്കട്ടെ, കേരളത്തിലും ഈ രാജ്യത്തിലും രജിസ്റ്റർ ചെയ്യുന്ന മുഴുവൻ ലൈംഗികാതിക്രമ കേസിൽ ആ നിയമമാണല്ലോ പാലിക്കപ്പെടുന്നത്. ഇരകളായവർക്ക് നമുക്കിന്നും ആരാണ് നടി ആക്രമിക്കപ്പെട്ട കേസിൽ നടിയെന്ന് നമുക്കറിയാം. പക്ഷെ നമ്മളിരുന്ന് പറയുന്നത് അതിജീവിത എന്നാണ്. എന്താ കാരണം അവരുടെ ഐഡന്റിറ്റി ഡിസ്ക്ലോസ് ചെയ്യാൻ പാടില്ല. അപ്പം രാജ്യത്ത് വ്യവസ്ഥാപിതമായ ആ നിയമമുള്ളപ്പോൾ ആ നിയമത്തിനെ മറ്റൊരു രീതിയിൽ വക്രീകരിച്ചുകൊണ്ട് ഇന്ന് സർക്കാർ നടത്തുന്ന ശ്രമങ്ങൾ നാളെ ഒരു സ്ത്രീപീഡന കേസ് രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാക്കുമോ? രജിസ്റ്റർ ചെയ്യുന്നുള്ള മറ്റൊരു വിഷയം. പക്ഷേ ആശയപരമായി ഒന്ന് നോക്കൂ, ഇത്രമാത്രം ഈ സ്ത്രീവിരുദ്ധതയുടെ കൂടെ എന്തിനു നിൽക്കുന്നു സർക്കാർ? ഇപ്പോൾ സനോജ് പറയുന്ന വാദങ്ങളൊക്കെ വളരെ വലിയ വാദങ്ങളാണ്. സാംസ്കാരിക വകുപ്പിൻ്റെ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ കീഴെയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസ്. 4.5 വർഷക്കാലം ഈ റിപ്പോർട്ട് എടുത്ത് അടയിൽ വെച്ചുകൊണ്ട് ഇതിനകത്ത് ഇത്രയും ഗുരുതരമായ ക്രിമിനൽ കുറ്റങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് കണ്ടുകൊണ്ട് അതിൻ്റെ മേലെ അടയിരുന്നത് എന്തിനാണെന്നുള്ളതിനെ സംബന്ധിച്ച് ഇപ്പോൾ വാദങ്ങളൊന്നുമില്ല. ഇപ്പം ഇതിനകത്ത് നിന്ന് PIO ആണ് ഇതിനകത്തുള്ള മുഴുവൻ ഇത് എഡിറ്റ് ചെയ്തത് PIOയുടെ ഓഫീസിലായിരിക്കില്ല. കൊല്ലത്തും പത്തനാപുരത്തും തൃശ്ശൂരും ഉൾപ്പെടുന്ന സ്റ്റുഡിയോകളിൽ എഡിറ്റ് ചെയ്ത റിപ്പോർട്ടാണിത്. കാരണം ഈ സർക്കാരിന് സംരക്ഷിക്കപ്പെടേണ്ടത് അത്തരത്തിലുള്ള ആൾക്കാരെയാണ്. നോക്കൂ, ഇപ്പോൾ ഈ സർക്കാരിന് ഏറ്റവും വേണ്ടപ്പെട്ട, സർക്കാർ കൈവച്ച് പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന രഞ്ജിത്തിനെതിരെ ആരോപണം വന്നു. ഈ നിമിഷം വരെ ഇത്ര മണിക്കൂറായല്ലോ, ഒരു സ്ത്രീപക്ഷ രാഷ്ട്രീയം പറയേണ്ട ഒരു സർക്കാരാണ്. LDF ആണല്ലോ, ഇടതുപക്ഷമെന്നാണല്ലോ ഇവരെ തന്നെ വിളിക്കുന്നത്. ആ സർക്കാർ ഈ നിമിഷം വരെ ആ രഞ്ജിത്ത് എന്ന് പറയുന്ന ആളോട് ഒരു ചോദ്യം ചോദിച്ചിട്ടില്ല, മാറാൻ പറഞ്ഞിട്ടില്ല. അതാണ് പറയാ, അതാ ഞാൻ പറഞ്ഞത്. ഞാൻ ചോദിക്കട്ടെ സ്മൃതി, പാർവതി തിരുവോത്ത് പറഞ്ഞ ഞങ്ങളെ ആക്രമിച്ചവരുടെ ഒപ്പം പോയിട്ട് ഞങ്ങൾ ഇരകൾ പോയിരിക്കണമെന്ന ചോദ്യത്തിന്റെ പ്രസക്തി ഇന്ന് ഈ രഞ്ജിത്തിനെതിരുണ്ടായ ആരോപണത്തോടെ ഏറ്റവും ശക്തമായ വാക്കായി മാറുകയല്ലേ? ആ പാർവതി തിരുവോത്തിനെ പ്രതിരോധിക്കാൻ ആരാ വന്നത്? 2 മന്ത്രിമാർ. ഒന്ന് ആലോചിച്ച് നോക്കണം. ഈ ഇത്രയും പ്രശ്നമുണ്ടായിട്ട്
ഇതിനകത്ത് പ്രതിരോധിച്ച ആർജവത്തോടു കൂടി സംസാരിച്ച ഇപ്പൊ പാർവതി തിരുവോത്ത് ഉൾപ്പെടെയുള്ള ചില സ്ത്രീകൾ എടുത്ത ആർജവമാണ് ഇന്ന് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. അല്ലാതെ സർക്കാരിന്റെ യാതൊരു വിധത്തിലുള്ള ഇച്ഛാശക്തിയുടെയും ഫലമൊന്നുമല്ല. സർക്കാർ സ്വയം അങ്ങോട്ട് പോയി പഠിച്ചേക്കാം, കുറെ കാര്യങ്ങൾ ഞങ്ങൾ കേൾക്കുന്നുണ്ട്, എന്നാൽ പഠിച്ചേക്കാം വിചാരിച്ചൊന്നുമല്ല. നടി ആക്രമിക്കപ്പെട്ടതിനു ശേഷം നടന്ന വലിയ പ്രചരണത്തിന്റെ ഭാഗമായിട്ട് കുറച്ച് സ്ത്രീകൾ ആർജവത്തോടു കൂടി തങ്ങളുടെ കരിയർ പോലും പണയം വെച്ച് നടത്തിയ പോരാട്ടത്തിന്റെ ഫലമാണ്. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് ഈ സർക്കാർ പറയുന്ന വാദങ്ങൾ മുഴുവൻ ആ അതിജീവിതയോടും അതിനെതിരെ അല്ലെങ്കിൽ അവരെ പിന്തുണച്ചുകൊണ്ട് നിന്ന സ്ത്രീ സമൂഹത്തോടും കാണിക്കുന്ന നീതികേടല്ലേ, നീതി നിഷേധമല്ലേ? നിങ്ങൾക്ക് എങ്ങനെ നിങ്ങൾക്ക് ഇടതുപക്ഷം എന്ന് പറയാൻ കഴിയുന്നു? നിങ്ങൾ തീവ്ര വലതുപക്ഷമായിട്ട് മാറി. നിങ്ങൾക്ക് സ്ത്രീപക്ഷമില്ല. നിങ്ങൾ വേട്ടക്കാരോടൊപ്പമാണ്. നിങ്ങൾ മുഴുവൻ വേട്ടക്കാരെ ബലാത്സംഗികളെ സംരക്ഷിക്കുന്ന സർക്കാരാണ് പിണറായി വിജയന്റെ സർക്കാർ. സംരക്ഷിക്കുന്ന സർക്കാർ. അൻവർ സാത്തോട് പോയി ചോദിച്ചാൽ മതി. ആലുവയിൽ ആരുടെ കൂടിയായിരുന്നു സെൽഫി എന്ന് കാണിച്ചു തരണോ? വല്ലാതെ ആവേശം കൊള്ളല്ലേ രാജു പി നായരെ? വല്ലാതെ ആവേശം കൊള്ളല്ല. അതിനേക്കാൾ നല്ല ബാലുശ്ശേരിയിൽ മത്സരിച്ച ആൾക്ക് രാജു പി നായർ പ്രസംഗിച്ചിട്ടുണ്ടല്ലോ. ബാലുശ്ശേരിയിൽ മത്സരിച്ച ആൾക്ക് വേണ്ടിയിട്ട് രാജു പി നായർ പോയി പ്രസംഗിച്ചിട്ടുണ്ടല്ലോ. അയാള് നിലത്ത് കിടക്കുന്നതുകൊണ്ട് ഞാൻ കിടക്കയിൽ കിടക്കില്ല നിങ്ങൾ മത്സരിപ്പിച്ചിന്. അതുകൊണ്ട് വലിയ ധാർമ്മികത ക്ലാസ് എടുക്കണ്ട. രാജു പി നായർ ധാർമ്മികത ക്ലാസ് വേണ്ട. രാജു പി നായർ ധാർമ്മികത ക്ലാസ് ഒന്നും ഞങ്ങൾക്ക് വേണ്ട. അതുകൊണ്ട് ഞങ്ങൾ ഇടതുപക്ഷമാണോ തീവ്ര വലതുപക്ഷമാണോ എന്നൊക്കെ ഞങ്ങൾ തീരുമാനിച്ചോളൂ കേട്ടോ. മര്യാദകേടാണ് ഞങ്ങൾ പറയുന്നത്. മര്യാദകേടായി പറയുന്നത് എനിക്ക് മറുപടി കൊടുക്കാനുണ്ട്. പറഞ്ഞതാണ് മര്യാദകേട്. സംരക്ഷിച്ചത് സ്വാഭാവികമായി പ്രതിപക്ഷത്തിനെതിരെ അവരുടെ കയ്യിലുള്ള ഒരു ആയുധമാണ്. പ്രതിക്കൊപ്പം നടിയെ ആക്രമിച്ച പ്രതിക്കൊപ്പം കോൺഗ്രസ് നേതാക്കൾ സെൽഫി എടുക്കാൻ കാണിച്ച താല്പര്യം, അതിന് കാണിച്ച ഒരു താല്പര്യം, സെൽഫി എടുത്ത ദൃശ്യങ്ങൾ, അതായത് ഒരു വനിതാ MP പോലും ഈ പ്രതിക്കൊപ്പം നിന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട വിഷയമായി അവർക്ക് ചൂണ്ടിക്കാണിക്കാവുന്ന ഏക നിങ്ങൾക്കെതിരായ ആരോപണമാണ്. സ്മൃതി, ഞാൻ അതിനേക്കാൾ നല്ലൊരു കാര്യം പറയാം. CKP പത്മനാഭൻ എന്ന് പറയുന്നൊരു മനുഷ്യനുണ്ട്. ആ CKP പത്മനാഭന്റെ സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞ ദിവസം പുറത്തു സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ പറ. സിനിമയിലെ പ്രശ്നങ്ങൾ പറ. സിനിമയിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നത് സിനിമയിലെ പ്രശ്നങ്ങൾ പറ. അതുപോലെയുള്ള പ്രശ്നങ്ങളാണെങ്കിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. വെറുതെ പറയിപ്പിക്കണ്ട. പൊതുസമൂഹത്തോട് സർക്കാർ മറുപടി പറയേണ്ടതുണ്ട്. പ്രതിപക്ഷത്തിന്റെ ഒരു സെൽഫിയിൽ നിങ്ങൾക്ക് പൂർണ്ണമായ ആരോപണം ഉയർത്തിക്കൊണ്ട് രക്ഷപ്പെടാൻ പറ്റില്ല. ഇല്ല, പ്രതിപക്ഷത്തിന്റെ ഒരു സെൽഫിയിൽ നിങ്ങൾക്ക് ഉത്തരമായി നിങ്ങൾ ഒരു വലിയ ആയുധമായി രംഗത്തെത്തിയെന്ന് നിങ്ങൾ കരുതണ്ട. നിങ്ങൾക്കുള്ള ചോദ്യമായി തന്നെ അവിടെ നിൽക്കുന്നുണ്ട് സനോജ്.